ജാക്കലിൻ ഡഫിൻ എന്നത് കാനഡയിലെ പ്രശസ്തയായ ഒരു മെഡിക്കൽ ഹിസ്റ്റോറിയനും ഹെമറ്റോളജിസ്റ്റുമാണ്. ഇവരുടെ ഒരു ലേഖനം ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഈ ലേഖനത്തിൽ ഇവർ പറയുന്ന കാര്യം മരിയ മാർഗരീത്ത എന്ന് വിളിക്കുന്ന കാനഡയിലെ ഒരു വിശുദ്ധയുടെ നാമകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരാളെ വിശുദ്ധയാക്കണമെങ്കിൽ ഒരു അത്ഭുതത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വത്തിക്കാൻ്റെ ട്രിബ്യൂണൽ ഇവരോട്, ദൈവവിശ്വാസിയല്ലാത്ത ജാക്കലിൻ ഡഫിനോട് ഈ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചത്. അവരുടെ രോഗം ഭേദമായിട്ടുണ്ട്. അപ്പോൾ ജാക്കലിൻ ഡഫിൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ രോഗിക്ക് അക്യൂട്ട് മെലോജിനിസ് ട്യൂമർ എന്ന് പറയുന്ന ലുക്കീമിയ എന്ന് പറയുന്ന അസുഖമാണ്. അപ്പോൾ ഇവരുടെ ബോൺ മാരയിൽ നിന്ന് എടുത്തിട്ടുള്ള ആ കാര്യം പരിശോധിച്ചപ്പോഴത്തേക്കും പിടികിട്ടിയത് ഇവർക്ക് രോഗം വരുന്നു, ചികിത്സിക്കുന്നു, രോഗം ഭേദമാകുന്നു, ചികിത്സിക്കുന്നു, ഭേദമാകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യം, ഈ രോഗി ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നത് അസാധാരണമായ ഒരു കാര്യമാണ് എന്ന് വെച്ച് രോഗം വീണ്ടും വരാം, ഒരുപക്ഷെ വീണ്ടും വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാമകരണ പരിപാടികൾ നിർത്തിവെക്കുമെന്ന് ചോദിക്കുന്നു. വത്തിക്കാൻ ഇതിന് മറുപടി പറയുന്നില്ല. ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്തോ ഇവർ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ സംഭവം ഇവരെ കുറെ അത്ഭുതപ്പെടുത്തി, കുറച്ചുകൂടി ക്യൂരിയോസിറ്റി ഉണ്ടാക്കി. അങ്ങനെ 1588 മുതൽ 1999 വരെയുള്ള എല്ലാ അത്ഭുതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വത്തിക്കാൻ്റെ ആർക്കൈവ്സ് പരിശോധിക്കാൻ ഇവർക്ക് സാഹചര്യമുണ്ടാവും. അപ്പോൾ ഇവർ പറയുന്നത് ഇതിവരെ അത്ഭുതപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പലതും മെഡിക്കൽ റിപ്പോർട്ടോടുകൂടിയ അത്ഭുതങ്ങളാണ് ഇതിലുള്ളത്. അതിനുശേഷം ഇതിനെക്കുറിച്ച് ഇവർ പറയുന്ന ഒരു കാര്യം, എന്താണ് ശാസ്ത്രവും മതവും ചെയ്യുന്നത്? അവൾ പറയുന്നു, ഈ രണ്ടും ചെയ്യുന്നത് സഹിക്കുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള, സോൾവ് ചെയ്യാനുള്ള, അതിനെ നേരിടാനുള്ള ഒരു ശ്രമമാണ് ചെയ്യുന്നത്. ശാസ്ത്രം പലപ്പോഴും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും മതം എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു രോഗിയുടെ ശ്രമത്തെ നമ്മൾ കുറച്ചുകൂടെ സഹാനുഭൂതിയോടെ കാണണമെന്നും അവർ പറയുന്നു. അവസാനമായിട്ട് പറയുന്നത്, മിറക്കിൾസ് എക്സിസ്റ്റ്, ദാറ്റ് ഇസ് ഹൗ ദേ ആർ ലിവ്ഡ് ഇൻ അവർ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഞാനും ഒരു അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സഹിക്കുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും പരിഹരിക്കപ്പെടണമെന്ന് ഞാനും ആഗ്രഹിക്കാറുണ്ട്. അത് ശാസ്ത്രം വഴിയാണെങ്കിൽ അങ്ങനെ, പ്രാർത്ഥന വഴിയാണെങ്കിൽ അങ്ങനെ, ഏത് രൂപത്തിലായാലും ഏത് വഴിയിലൂടെ ആയാലും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നമുക്കെല്ലാവർക്കും ഈ കൃപാസനം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി പേര് അതിനെ പുകഴ്ത്തി പറയാറുണ്ട്, ഒത്തിരി പേര് ഇകഴ്ത്തി പറയാറുമുണ്ട്. പ്രമാദമായൊരു സ്ഥലമാണ് കൃപാസനം. എൻ്റെ നാട്ടിൽ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ അച്ഛൻ VP ജോസഫ് വലിയ വീട്ടിൽ ആദ്യം വികാരി കൊച്ചച്ഛനായിട്ട് വരുന്നത്, പട്ടം കിട്ടി കൊച്ചച്ഛനായിട്ട് വരുന്നത് എൻ്റെ ഇടവകയിലേക്കാണ്. അന്നോട്ട് എനിക്ക് അച്ഛനെ പരിചയമുണ്ട്. പിന്നെ ഞാൻ പിന്നീട് ആലപ്പുഴ വന്നപ്പോഴത്തേക്കും 2-3 തവണ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പരിചയം അച്ഛനുമായിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരിക്കലും ഈ കൃപാസനം എന്ന് പറയുന്ന ആ സ്ഥലത്ത് കയറിയിട്ടേ ഇല്ല. പുറത്തു നിന്നും ഇങ്ങനെ ബസ്സിലൂടെ പോകുമ്പോൾ കാണുന്നതല്ലാതെ ഒരിക്കലും ഞാനത് സന്ദർശിച്ചിട്ടേ ഇല്ല. ഒത്തിരി പേര് സന്ദർശിക്കുന്നു എന്നെനിക്കറിയാം, ഞാൻ ഒരിക്കലും സന്ദർശിച്ചിട്ടേ ഇല്ല. ഞാൻ മിറക്കിൾസിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അതിൻ്റെ പിന്നാലെ പോകാറില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം സിമോൺ വെയിലാണ്. സിമോൺ വെയിൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തയായ തത്വചിന്തയാണ്. അതോടൊപ്പം തന്നെ ഒരു മാത്തമാറ്റീഷ്യൻ, ഒരു വളരെയേറെ അവഗാഹമാരുമുള്ള ഒരു പെൺകുട്ടിയാണ്. ഒത്തിരി ചിന്താപരമായിട്ട് എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുള്ളത്. എൻ്റെ എഴുത്തും അല്ലെങ്കിൽ എൻ്റെ ടോക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ നിരന്തരം കോട്ട് ചെയ്യുന്ന ഒരാളാണ് സിമോൺ വെയിൽ എന്നുള്ളത്. ഒരു യഹൂദയായ സ്ത്രീയായിരുന്നു. ഞാൻ ഭഗവത്ഗീത എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയത് സിമോൺ വെയിലിനെ വായിച്ചിട്ടാണ്. ഇലിയഡും ഒഡീസിയും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതും സിമോൺ വെയിലിനെ വായിച്ചിട്ടാണ്. സുവിശേഷം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതും സിമോൺ വെയിലിനെ വായിച്ചിട്ടാണ് എന്നുള്ളതാണ്. സിമോൺ വെയിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ക്രിസ്തുവും ജെറൂസലേമിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ക്രിസ്തുവും. ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ക്രിസ്തുവാരായിരുന്നു നിരന്തരമായ അത്ഭുതങ്ങൾ കാണിക്കുന്ന, നിരന്തരമായി സംസാരിക്കുന്ന, തന്നെ ചോദ്യം ചെയ്യാൻ വരുന്നവരെ, തനിക്കെതിരെ വരുന്നവരെ വളരെ വിദഗ്ധമായിട്ട് സംസാരിച്ച് പരാജയപ്പെടുത്തുന്ന ഒരു ക്രിസ്തു. പക്ഷേ
ജെറൂസലേമിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ക്രിസ്തു വ്യത്യസ്തനാണ്. അവനൊന്നും ഒരത്ഭുതവും പിന്നെ പ്രവർത്തിക്കത്തില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ഫോഴ്സ് ചെയ്തില്ലെങ്കിൽ ഒന്നും മിണ്ടത്തില്ല എന്നുള്ളതാണ്. പിടിക്കപ്പെട്ടതിന് ശേഷം നിശബ്ദനായി നിൽക്കുന്ന ക്രിസ്തു, നിരന്തരമായി ചോദിക്കുമ്പോൾ മാത്രം ഒരു വാചകത്തിലൊക്കെ ഉത്തരം പറയാൻ ശ്രമിക്കുന്ന ക്രിസ്തു, ആത്യന്തികമായി നിസ്സഹായനായി നഗ്നനായി നിലവിളിയോടെ ഒരു കുരിശിൽ കിടന്ന് മരിക്കുന്ന ക്രിസ്തു. ആദ്യത്തെ ക്രിസ്തുവിനെ, ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ക്രിസ്തുവിനെ സിമോൺ വെയിൽ വിളിക്കുന്നത് നാച്ചുറൽ ക്രൈസ്റ്റ് എന്നാണ്. സ്വാഭാവിക ക്രിസ്തു, അത്ഭുതങ്ങൾ കാണിക്കുന്ന സ്വാഭാവിക ക്രിസ്തു. രണ്ടാമത്തെ ക്രിസ്തുവിനെ അവൾ വിളിക്കുന്നത് അതിസ്വാഭാവിക ക്രിസ്തു, സൂപ്പർ നാച്ചുറൽ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഒരു വെളിപാടായിരുന്നു. എന്നെ സംബന്ധിച്ച് അത്ഭുതങ്ങളും നിരന്തരമായി സംസാരിക്കുന്ന ക്രിസ്തു, സ്വാഭാവിക ക്രിസ്തുവും തൻ്റെ മരണത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന അതിനെ അഭിമുഖീകരിക്കുന്ന ക്രിസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ക്രൈസ്റ്റ്, അതിസ്വാഭാവിക ക്രിസ്തുവാണെന്നുള്ള അവരുടെ വെളിപ്പെടുത്തൽ എന്നെ സംബന്ധിച്ച് വളരെ അഗാധമായിട്ടുള്ള ഒന്നായി മാറി എന്നുള്ളതാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന സ്വാഭാവിക ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന അതിസ്വാഭാവിക ക്രിസ്തുവിനെയാണ്. പലപ്പോഴും മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് ഈ സ്വാഭാവിക ക്രിസ്തുവിനെയാണ്. അതിൽ നിന്ന് മാറി നിൽക്കുവാനും അതിന് പകരം അതിസ്വാഭാവിക ക്രിസ്തുവിനെ പിന്തുടരാനുമുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിക്കുന്നത് സിമോൺ വെയിലിൽ നിന്നാണ്. അവിടെ സംഭവിക്കുന്ന ഒരു ഗോസ്പലുണ്ട്, ഗോസ്പൽ ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ സുവിശേഷമുണ്ട്. അത് വായിച്ചെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും ഞാൻ മനസ്സിലാക്കിയുണ്ടായി. അതാണ് എൻ്റെ ജീവിതധാരയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് നിൽക്കുന്നത്. ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനേക്കാൾ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാത്ത നിശബ്ദനായി തൻ്റെ സഹനത്തിൻ്റെ വഴിയിലൂടെ കുരിശിൽ കിടന്ന് മരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഞാൻ ഉറ്റുനോക്കുന്നത്.